കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പൊങ്കാല മഹോത്സവത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ. നരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ പൊങ്കാല ഇടാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണണ്ടേ? അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിൽ വന്നു, ദർശനം നടത്തി. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അമ്പലത്തിൽ പോയിരുന്നു, പക്ഷേ കാണാനായിട്ട് സാധിച്ചില്ല. ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് അമ്പലത്തിൽ 9 മണി കഴിഞ്ഞതിന് ശേഷം നട തുറക്കില്ലെന്നാണ് പറയുന്നത്. കാരണം അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ കൂടെ പൊങ്കാല ഇടാനായിട്ടുള്ളത് നമ്മുടെ രേ ചേച്ചി ഉണ്ട്, അതുപോലെ തന്നെ ജയ ചേച്ചി ഉണ്ട്, റിനു ചേച്ചി ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ഇതായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ വന്നപ്പോഴേക്ക് 7:15 ആയിരുന്നു. അപ്പോൾ തന്നെ അമ്പലത്തിനടുത്തുള്ള അമ്പലത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ സ്ഥലത്തും തന്നെ എല്ലാവരും സ്ഥാനം പിടിച്ചു. അപ്പം നമുക്ക് കിട്ടിയത് നരിയമ്പാറ സിറ്റിയിൽ നിന്നും കുറച്ച് താഴെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെയാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, മരത്തിൻ്റെ തണലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇതിന് സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ചു, കലത്തേൽ കെട്ടാനായിട്ട് പൂവൊക്കെ വാങ്ങിച്ചു. കൂട്ടുകാരെ, നമുക്ക് ഇവിടെയാണ് സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രേ ചേച്ചിയും ജയ ചേച്ചിയും അതുപോലെ തന്നെ റിനു ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മുടെ അമ്പിയമ്മയുണ്ട് കേട്ടോ കൂടെ. നമ്മൾ വന്ന സമയത്ത് വന്നില്ല. അമ്പിയമ്മയ്ക്ക് ഞങ്ങൾ അടുപ്പൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അതിന് ശേഷമാണ് അമ്പിയമ്മ വന്നത്. ഇനി വിളക്ക് കത്തിക്കണം. അപ്പം ഇതിന് ചടങ്ങ് തുടങ്ങുന്നത് 9:30 ഒക്കെ ആകുമ്പോഴാണ് ചടങ്ങ് തുടങ്ങുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ കലങ്ങളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു, അടുപ്പ് റെഡിയാക്കി വെച്ചു. അതുപോലെ ഗണപതിക്കൊരുക്ക്, അടുപ്പിൽ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഭദ്രദീപം തെളിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ദീപം കിട്ടി. ഇനി നമ്മൾ അടുപ്പിൽ കത്തിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, തുമ്പിച്ചനും ഞാനും ചേർന്നാണ് നമ്മുടെ പൊങ്കാല ഇടുന്നത്. കുഞ്ഞിനോട് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. വേറൊന്നുമല്ല, അവൾ നോയമ്പെടുത്തു പൊങ്കാല ഇടാൻ വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് നമ്മുടെ പൊങ്കാല നിവേദ്യത്തിന് നിൽക്കുന്നത്. അപ്പുവൊക്കെ ഉണ്ട്. അപ്പു പുക കാരണം കുഞ്ഞിനെ അപ്പുറത്തെ സൈഡിൽ മാറി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ പൊങ്കാല ഇപ്രാവശ്യം നല്ല അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതായത് പ്ലാമൂട് വരെ ഉണ്ടായിരുന്നു. നമ്മുടെ പൊങ്കാല നടത്തുന്നത് പ്ലാമൂട് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭക്തി നിർഭരമായ പൊങ്കാല മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും നമ്മളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും നമുക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വക വലിയൊരു നന്ദി. എല്ലാവർക്കും നല്ലൊരു സ്നേഹമായിട്ട് എല്ലാവരെയും ഞങ്ങൾ കാണുന്നുണ്ട്. പൊങ്കാല കലത്തിലെ അരിയൊക്കെ ഇട്ട് അത് തിളച്ചു, നല്ലപോലെ തിളച്ച് പൊങ്ങി. നമ്മൾ പായസത്തിന് ചേർക്കേണ്ട ശർക്കര, നെയ്യ് ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അത് ഒന്നും കൂടി ഒന്ന് സെറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഭക്തി നിർഭരമായി അമ്മേ നാരായണ ചൊല്ലുന്നുണ്ട്. ദേവിയുടെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്കിലൂടെയൊക്കെ നമ്മുടെ അമ്മേ നാരായണ ചൊല്ലുന്നുണ്ട്. അതിന് കോപ്പിറൈറ്റിന് പർപ്പസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാം മ്യൂട്ട് ചെയ്തിട്ട് പറയുന്നത്. അങ്ങനെ നമ്മുടെ പൊങ്കാലക്കലം തിളച്ചു പൊങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഭക്തി നിർഭരമായ അമ്മയുടെ ഐശ്വര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.
എല്ലാവരുടെയും തന്നെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ തീയെല്ലാം കെടുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൂജിക്കാനായിട്ട് തിരുമേനി വരുന്ന സമയമാണ്. അതിനുവേണ്ടി നമ്മൾ അടുപ്പ് ഒന്ന് ഒരുക്കി വെച്ചു. വിളക്കൊക്കെ വീണ്ടും കത്തിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നുകൊണ്ട് 2-3 പ്രാവശ്യം വിളക്ക് കിട്ടുപോയിരുന്നു. നമ്മൾ അതെല്ലാം ഒന്ന് ശരിയാക്കി തിരുമേനി വരുന്ന രീതിയിൽ നമ്മളതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനും തുമ്പിച്ചൻ്റെയൊക്കെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് മാറിയിട്ടില്ല. പൊങ്കാല വെച്ചപ്പോൾ തൊട്ട് അത് പൂജിച്ച് മാറുന്നത് വരെ നമ്മുടെ തുമ്പിച്ചൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനുമാണ് ശരത്തേട്ടൻ വന്നത്. ശരത്തേട്ടനും കൂട്ടുകാരനും കൂടെ ചേർന്ന് അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ വണ്ടിയിൽ എടുത്തിട്ട് വരികയാണ്. നമുക്ക് ഫുൾ എല്ലാവരുടെയും വീഡിയോ കാണണ്ടേ. അങ്ങനെ തിരുമേനി വന്നു. ഒരുപാട് താഴെ നിന്നാണ് കയറി വന്നത്. പ്ലാമൂട്ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. അപ്പം അവിടെ നമുക്ക് നമ്മുടെ പൊങ്കാലക്കലം പൂജിച്ചു. നമ്മൾ നമുക്ക് തിരുമേനിക്ക് നമ്മൾ ദക്ഷിണയും എല്ലാം കൊടുത്ത് ഇനിയിപ്പം നമുക്ക് വേറൊന്നുമില്ല. നമ്മുടെ പൊങ്കാല നിവേദ്യം പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അന്നദാന ചടങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാം, വീട്ടിലേക്ക് പോകാം. അതിന് ശേഷം അന്നദാനമുണ്ട്. അന്നദാനവും കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇതിന് ശേഷം കാർത്തിക വിളക്കാണ് നടക്കുന്നത്. കാർത്തിക വിളക്കിന് നമുക്ക് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നേരെ സദ്യ കഴിക്കാനായിട്ട്, അതായത് അന്നദാനം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇത് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പൊങ്കാല സമാപിച്ചതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട് നമ്മൾ അന്നദാനം വാങ്ങുന്ന സമയത്ത്. കാരണം അതുപോലെ തിരക്കുണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്കുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ചോറുണ്ടായിരുന്നു, അവിയൽ, സാമ്പാർ, അതുപോലെ തന്നെ അച്ചാറ്, അങ്ങനെ ആയിരുന്നു നമുക്ക് കിട്ടിയ അന്നദാനത്തിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അന്നദാനം എല്ലാം കഴിക്കാനായിട്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ കഴിക്കണം കേട്ടോ. അത്രയും ആളുകളുള്ളതുകൊണ്ട് നമുക്ക് ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. കയ്യിൽ പിടിച്ചിട്ടാണ് അമ്മയുടെ പ്രസാദം നമ്മൾ കഴിച്ചത്. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നു. ഇതാണ് നമ്മുടെ പൊങ്കാല വിശേഷം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.